യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു കംപ്ലൈൻറ്റ് നോക്കാൻ വന്നത് കേട്ടോ. ഇത് മറ്റേ ഏലക്കയൊക്കെ ഉണക്കുന്ന ഒരു മിഷൻ, ഒരു ഡ്രയർ യൂണിറ്റ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ബ്ലോവർ കംപ്ലൈൻ്റ് ആയി. ബ്ലോവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു 3 HP മോട്ടറാണ് ഇതിന് വർക്ക് ചെയ്യുന്നത്, ബ്ലോവറായിട്ട് ഈ ഹീറ്റ് വലിച്ച് ഇതിനകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മോട്ടർ ഒരെണ്ണം കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അഴിച്ച് മോട്ടർ നമ്മൾ സർവീസ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇനി ഇത് ഫിറ്റ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ. ഇതിൻ്റെ ഒരു ബ്ലോവർ കയറ്റി ഫിറ്റ് ചെയ്യണം. കണ്ടില്ല, ഇത് 3 HP ഒരു മോട്ടറാണ്, സിംഗിൾ ഫേസ്. അപ്പോൾ ഇതിൻ്റെ ബ്ലോവർ നമ്മൾ കയറ്റി സെറ്റ് ചെയ്ത് ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അതാണ് ഇന്ന് കിട്ടിയ 8ൻ്റെ പണി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഴിച്ചെടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അല്ല, ഈ ബ്ലോവറാണ് ഇതിൻ്റെ ഈ വിറക് കത്തിച്ചുള്ള ചൂട് വലിച്ച് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഏലക്ക സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. നേരത്തെ ഇതിനകത്തേക്ക് ഒരു ബോക്സിനകത്തേക്ക് നമ്മൾ ഇടും. ഇതല്ലേ ഇതിൻ്റെ മുകളിലിടും. അതാണ് ഉണങ്ങി നമുക്ക് സെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഇതാട്ടോ അതിൻ്റെ അടുപ്പ്. ഈ അടുപ്പിലാണ് വിറകിട്ട് കത്തിക്കുന്നത്. വിറകിട്ട് കത്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ചൂടിനെയാണ് വലിച്ചെടുത്തിട്ട് ഇത് ഉണക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഏലക്ക കഴുകാനുള്ളൊരു മെഷീനാട്ടോ. ഇതിനകത്തിട്ടാണ് കഴുകിയെടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഉണക്കിയെടുക്കും. ഉണക്കിയെടുത്തതിന് ശേഷം ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഇതിനകത്തിട്ടാണ് നമ്മൾ പച്ചക്കായ ഇതിനകത്തിട്ടാണ് ഉണക്കുന്നത്. കണ്ടില്ലേ. അതുപോലെ തൊട്ടടുത്ത് വേറൊരു മെഷീൻ ഇരിപ്പുണ്ട്. ഈ മെഷീനിലാണ് നമ്മൾ ഉണങ്ങിയതിന് ശേഷം ഇട്ട് ഇതിനകത്തിട്ടാണ് തേച്ചെടുക്കുന്നത്. കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്